വോട്ടർമാർക്ക് കടുത്ത വേനലിൽ പോളിംഗ് ബൂത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമായിരുന്നു എന്ന് കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ. വോട്ടർമാർക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടപ്പാക്കാത്തതുകൊണ്ടാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും തളർന്നു വീഴാനും മരിക്കാനും ഇടയാക്കിയതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ചില പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാർ തന്നോട് ധിക്കാരപരമായിട്ടാണ് പെരുമാറിയത്. പോളിംഗ് ബൂത്തുകളിൽ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ പോലെ പെരുമാറി. ഇത്തരം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഈ പോലീസുകാരിൽ നിയമ അവബോധം സൃഷ്ടിക്കാനും പെരുമാറാനും പഠിപ്പിക്കണം. ഇതിനായി സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിക്കണം. കൊല്ലത്ത് രണ്ട് മുന്നണികളുടെ ഭരണവിരുദ്ധ വികാരവും ഒരു വശത്ത് മോദി സർക്കാരിൻ്റെ ഭരണാനുകൂല വികാരവുമാണ് നടന്നത്. ജനങ്ങൾക്ക് മോദി 10 വർഷം നൽകിയ വികസനത്തിൻ്റെ പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും LDFിൻ്റെ ഭരണവിരുദ്ധതയും സിറ്റിംഗ് MP എന്ന നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനവും കൊല്ലത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതും ജനങ്ങൾക്കറിയാം. തനിക്ക് LDFിൽ നിന്നും UDFിൽ നിന്നും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൊല്ലത്ത് പ്രവർത്തിക്കുമെന്നും കൃഷ്ണകുമാർ G പറഞ്ഞു. 100% ഇതിനകത്ത് പല വിധത്തിലും മാറ്റങ്ങൾ വരണം. കാരണം പല പോളിംഗ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ ബഹുഭൂരിപക്ഷം പേരും നല്ല പെരുമാറ്റമാണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്ന വോട്ടർമാർക്ക് ഇനിയും ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം ധാരാളം സ്ഥലങ്ങളിൽ പ്രായപൂർത്തിയായവർ ഇരിക്കാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്നത് കണ്ടു. വെള്ളം സമയത്ത് കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യമായ ഒരു മാറ്റം വരണം. അതിന് സംസ്ഥാന തലത്തിൽ നിന്നും ഓരോ വിഭാഗത്തിലുള്ള ആൾക്കാർ എഴുതണം. കാരണം അസുഖം ബാധിച്ചവർ വരുന്നു, ഇവർക്കെല്ലാം പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കണം. ഒരു സ്കൂളുകളിൽ പോലും ഞാൻ കണ്ടില്ല നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള സംവിധാനമോ ഫാൻ സംവിധാനമോ കുടിക്കാൻ വെള്ളമോ ഒന്നും കിട്ടുന്നില്ല. ഇതിനകത്ത് ഇന്നലെയാണെങ്കിൽ വളരെ പല സ്ഥലത്തും ഇത്തരം സമീപനം കാരണം വോട്ടിംഗ് വൈകുന്നത് കണ്ടു. 1.5 മണിക്കൂറോ അതിലധികമോ ആൾക്കാർ കാത്തു നിൽക്കുന്നു. പലതരം അസുഖമുള്ളവരുണ്ട്, പ്രത്യേകിച്ച് ഡയബറ്റീസ്. കൊല്ലത്തെ ജനങ്ങളുമായി ഇടപഴകി എന്തെല്ലാം വികസനം കൊണ്ടുവരാൻ കഴിയുമെന്നും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമെന്നും കൃഷ്ണകുമാർ G പറഞ്ഞു. കേരളത്തിലെ നമ്പർ 1 ജില്ലയായി കൊല്ലം ജില്ലയെ മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് 3.25 ലക്ഷം വോട്ട് ലഭിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.